കാഞ്ഞിരപ്പള്ളി 26 മൈൽ എരുമേലി റോഡിൽ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ സ്ഥലത്ത് ഓവർടേക്കിംഗിന് നിരോധനം. സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘത്തിന്റേതാണ് തീരുമാനം. സ്ഥിരം അപകട മേഖലയാകുന്നത് കൂടി കണക്കിലെടുത്താണ് ഇവിടെ ഓവർടേക്കിംഗ് നിരോധിക്കാനുള്ള തീരുമാനം. 26 മൈൽ മേരി ക്വീൻസ് ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ ദിവസമാണ് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായ അമൽ ഷാജി വാഹനാപകടത്തിൽ മരണപ്പെടുന്നത്. ഇവിടെ നേരത്തെയും വാഹനാപകടങ്ങളിൽ ആളുകൾ മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. 4 മാസത്തിനിടെ ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം ഇവിടെ തന്നെയുണ്ടായ അപകടത്തിൽ 3 പേർ മരണപ്പെട്ടു. കൂടാതെ ചെറു അപകടങ്ങൾ വേറെയും. ഇതെല്ലാം കണക്കിലെടുത്താണ് ഇവിടെ അപകടങ്ങൾ ഒഴിവാക്കാനും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും സ്വീകരിക്കേണ്ട നടപടികളെ പറ്റി ആലോചിക്കാൻ ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം സ്ഥലം സന്ദർശിച്ചതെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അറിയിച്ചു. ഈ പരിശോധനയുടെ വെളിച്ചത്തിൽ ഈ ഭാഗത്ത് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ അടിയന്തരമായി ചെയ്യുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരത് ചെയ്യും. സമീപ ദിനങ്ങൾ കൊണ്ട് തന്നെ അത് ചെയ്യും. തുടർന്ന് കൂടുതൽ മികച്ച നിലയിൽ ഇവിടെ അപകടം പരമാവധി കുറയ്ക്കത്തക്ക രീതിയിലും സുരക്ഷിതത്വത്തിന് മുൻഗണന നൽകിക്കൊണ്ട് എല്ലാ വിധത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സും അപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ കൃത്യമായ ഒരു നടപടി ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുകയാണ്. അതിനാവശ്യമായ പ്രപ്പോസൽ തയ്യാറാക്കി ഫോർവേഡ് ചെയ്യാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓവർടേക്കിംഗും വാഹനങ്ങളുടെ അമിത വേഗവുമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് ഉദ്യോഗസ്ഥ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിൽ ഓവർടേക്കിംഗ് നിരോധിക്കുന്നതിന് കൂടാതെ അപകട സാധ്യത മുന്നറിയിപ്പ് ബോർഡുകൾ, ഓവർടേക്കിംഗ് നിരോധിച്ചുള്ള ബോർഡുകൾ എന്നിവ നിലവിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇവിടെ 30 കിലോമീറ്ററായി വാഹനങ്ങളുടെ വേഗത നിജപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്പീഡ് കുറയ്ക്കാൻ പെയിന്റ് കൊണ്ടുള്ള റംബിൾ സ്ട്രിപ്പ് സ്ഥാപിക്കുന്നതിന് പുറമെ ഓവർടേക്കിംഗ് നിരോധിച്ച് യെല്ലോ ലൈനും റോഡിൽ മാർക്ക് ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇവിടെ കൂടുതലും അപകടം ഉണ്ടാകുന്നത് ഓവർ സ്പീഡും പിന്നെ റോഡിന്റെ ഈ കിടപ്പ് കൊണ്ടൊരു ചെറിയൊരു ഇതുണ്ട്, അതുകൊണ്ടുകൂടെയാണ് ഉണ്ടാകുന്നത്. നമ്മളപ്പോൾ അവിടെ ഒരു ഓവർടേക്കിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത്. ഓവർടേക്ക് ചെയ്ത് വരുന്ന കേസുകളിലാണ് കൂടുതലും അപകടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നോ ഓവർടേക്കിങ്. പിന്നെ സ്പീഡ് കുറയ്ക്കാനായിട്ട് റംബിൾ സ്ട്രിപ്പ്, അതും പെയിൻറ് കൊണ്ടുള്ള റംബിൾ സ്ട്രിപ്പ് വയ്ക്കുക. പിന്നെ സ്പീഡ് ഒരു 30 കിലോമീറ്റർ സ്പീഡായിട്ട് റെസ്ട്രിക്ഷൻ ബോർഡ് വയ്ക്കുക. പിന്നെ ഉദ്ദേശിക്കുന്നത് തെളിവ് വെയിൽ വരുന്ന സമയത്ത് നോ ഓവർടേക്കിങ്ങിനായിട്ട് സെൻട്രൽ ലൈൻ, യെല്ലോ ലൈൻ വരച്ച് ഓവർടേക്കിംഗ് പൂർണ്ണമായി ഒഴിവാക്കത്തക്ക രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പൊതുമരാമത്ത്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവയ്ക്ക് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശികുമാർ, വാർഡംഗം സിന്ധു മോഹനൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു.